ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പം നല്ലൊരു മഴയൊക്കെ പെയ്ത് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി വന്നിരിക്കുകയാണ്. മോള് സ്കൂളിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. സത്യമായിട്ടും കണ്ണന്റെ കുട്ടികളും അയ്യോ ഓ ഹായ് പറയ്, ഹായ് പറയ്, ഇങ്ങോട്ട് നോക്കിയിട്ട് ഹായ് പറയ്. ഹോയ് കാണാനില്ല. ഒരാളിത് അവിടെ നിൽക്കണ കണ്ട. ഇന്ന് അംഗനവാടിയിൽ പോയിട്ടില്ല ഗൈസ്, കണ്ട. ഇന്ന് രാവിലെ തന്നെ ആള് നീറ്റ് വന്നപ്പോൾ തന്നെ പിന്നെ അമ്മ ഞാൻ പോണില്ല അംഗനവാടിക്ക് പോണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സലിഞ്ഞു പോയി അല്ലേ. ഇന്ന് ഞങ്ങൾ പോയിട്ടില്ല, ഇന്ന് പോയിട്ടില്ല. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് പൊന്നോ? ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ടീച്ചർ ഉണ്ടായിരുന്നില്ലേ? ആയിക്കോട്ടെ. ഒരാളിതാ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഞങ്ങളെ മുറ്റം കണ്ടില്ലേ, ഇന്ന് പെയ്ത മഴേൻ്റെ വെള്ളമാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ചെമ്മീനൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല. ഉണ്ടാവുമ്പോൾ ആ സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഇതിൽ എന്താ പറയുക, മറ്റേ ബ്രാല് കണ്ണൻ എന്നൊക്കെ പറയും, ബ്രാല്. അതും അതിൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പോകണ്ടായിരുന്നു മുറ്റത്ത് കൂടെ. പക്ഷെ അങ്ങനെ പിടിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ കുട്ടികളായിട്ട് നടക്കില്ല, അപ്പോൾ പിടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ടൊക്കെ കാണിച്ചു കണ്ട. അതാണ് വീടിൻ്റെ ഫ്രണ്ട് കണ്ട. അവിടെയൊക്കെ വെള്ളമാണ്, ഇവിടേക്കൊക്കെ വെള്ളം കയറും കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കണ്ട. അതാണ് വെള്ളം, ഇതാണ് സ്ഥലം. എനിക്ക് അടിച്ചു വരാനുണ്ട്, അടിച്ചു വരാൻ. ഇതൊക്കെ ഒന്ന് എഴുതിയതാണ് കേട്ടോ, അവള് കാണിച്ചു തരാണ് എഴുതിയതൊക്കെ. സ്റ്റാർ ഇത് ഇന്നലെ കിട്ടിയ സ്റ്റാർ അല്ലേ. ഇത് കാണിച്ചു കൊടുക്കണ്ട ആവശ്യമില്ല. ഇതൊക്കെ എഴുതിയതാ, ഇതൊക്കെ ഞാൻ വായിച്ചത്. വെരി ഗുഡ്. എന്താ അയ്യോ, എൻ്റെ കുട്ടീൻ്റെ വിരലില് ക്യൂടെക്സ് ഒക്കെ ഇട്ട് കണ്ട. എൻ്റെ കുട്ടി പെൺകുട്ടി ആയതാണ് കണ്ട അല്ലേ. പെൺകുട്ടി തന്നെ. അതെന്താ കയ്യില് ചെറുതായിട്ടൊരു തോലിളകിയതാണ്, അപ്പൊ അവന് കെട്ടണം അല്ലേ. അപ്പൊ എന്നെ കൊണ്ട് കെട്ടിച്ചതാണ്. ചിറക് വിരിച്ചു നിറയെ പൂക്കൾ ഉണ്ട്, നിറയെ മരങ്ങളുണ്ട്, നിറയെ വീടുകളുണ്ട്. പിന്നെ ആക്കത്തിൽ വായിച്ചാ മതി, സ്പീഡിലൊന്നും വായിക്കണ്ട, അറിയണ പോലെ വായിച്ചാ മതി. ആകാശത്ത് അങ്ങനെ തന്നെയാണ് വായിച്ചു. ആകാശത്ത് നോക്കട്ടെ അവിടെ എന്നാ. ആകാശത്തെ കുട്ടികൾ, ആകാശത്ത് കുട്ടികൾ ഈ ഒരു സംഭവം ഇത് കേടന്നിട്ടാ. അത് ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ മോന് വീടിൻ്റെ അടുത്തുള്ള അമ്പലമല്ലേ, അവിടെ ഉത്സവം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് മേടിച്ചതായിരുന്നു കേട്ടോ.
പക്ഷെ അത് എന്തോ പെട്ടെന്ന് മേടിച്ച അന്ന് മാത്രം നല്ലപോലെ കളിച്ച് പിറ്റേ ദിവസത്തേക്ക് ഇത് കേടാണ്. എന്താണ് ആ വടിയിലാണോ ഇനി വേറെ ഇതിൻ്റെ നടുവിലൊക്കെ എവിടെയെങ്കിലും ആണോ എന്ന് അറിയൂല, എന്തോ ലൂസായി. അപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ ഇത് നല്ല ഭംഗിയിൽ തിരിയായിരുന്നു, ഓരോ പൊസിഷനിൽ ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ അതെന്തോ പെട്ടെന്ന് കേടന്ന് അല്ലേ, കേടന്നില്ലേ? ഞങ്ങളിപ്പോൾ ഉറങ്ങി നീറ്റതാട്ടാ. അപ്പോൾ പുതയ്ക്ക എടുത്തതാണിത്. അപ്പോൾ രാവിലെ ഇതൊക്കെ ഞാൻ ശരിയാക്കി ഇട്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉറങ്ങി നീറ്റപ്പോൾ വീണ്ടും ആദ്യത്തെ പുതയ്ക്ക. അപ്പോൾ ഞാനൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് അടിച്ചു വാരണം. അപ്പോൾ ഒന്ന് വൃത്തിയിൽ കിടക്കുമല്ലോ, എന്നാലേ എനിക്ക് മനസ്സിക്ക് ഒരുതുണ്ടാവുള്ളൂ കേട്ടോ. മറ്റേത് ബെഡിൽ അങ്ങനെ ഇങ്ങനെയും കിടക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. അടിച്ചു വാരിയാലൊരു മനസ്സിനൊരു തൃപ്തി വരില്ല. തൃപ്തി വരണമെങ്കിൽ ആദ്യം ബെഡ്ഷീറ്റും ഒക്കെ നല്ല ക്ലീൻ ആക്കിയിടണം. അപ്പോൾ പിന്നെ സൂപ്പറാണ്. സെറ്റ്. മോൻ്റെ ഓരോ കളിക്കുന്ന സാധനങ്ങളാട്ടോ ഓരോ മുക്കിലും മൂലയിലും ഉണ്ടാവുള്ളൂ. ഇത് എൻ്റെ വണ്ടി അടിച്ചു വരുമ്പോൾ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തേക്കാണ്.
ചോറിലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി എന്താ പറയുക, ഏട്ടന് ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട് രാത്രിക്ക്. ഏട്ടൻ രാത്രി ചപ്പാത്തി കഴിക്കുക. ഇപ്പോൾ കുറച്ചായിട്ട് രാത്രി ചപ്പാത്തി ഒഴിവാക്കിയിട്ട് ചോറായിരുന്നു. അപ്പോൾ ഇനി ഇന്നലെ പറയുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഏട്ടൻ ഉണ്ടാക്കുമ്പോൾ എനിക്കും 2 കൂടി ഉണ്ടാക്കണം. അപ്പോൾ എനിക്കും ഏട്ടനും രാത്രി ചപ്പാത്തി കഴിക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും ആട്ടപ്പൊടി ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാം ഗൈസ്. ഞങ്ങളിവിടെ കണ്ടോ പാട്ട് ഫാമിലി എന്ന് പറയുന്ന പോലെ കണ്ടോ, പാട്ട് ഫാമിലി. ഞങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ പാടാൻ വേണ്ടിയിട്ടതാ മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഏട്ടൻ്റെ അനിയൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ പാടാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയട്ടോ. ഓയ് മോന് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ചോറ് എടുക്കാൻ നിന്നിട്ടോ. അപ്പോൾ നേരം വൈകി. അപ്പം എന്താ ചപ്പാത്തി ഉണ്ടാക്കാണ്ട് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ചപ്പാത്തി ഉണ്ടാക്കാണ്ട് പിന്നെ അതല്ല, ഇപ്പോൾ മക്കൾ 2 ന്യൂഡിൽസ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ അടുത്ത് തന്നെ കട ഉണ്ട്. അവിടെ പോയിട്ട് ന്യൂഡിൽസ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കിയിട്ട് തിന്നിട്ട് പാത്രം ബേസിലുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കഴുകാണ്ട് കഴുകട്ടെ. മോട്ടർ ഇടട്ടെ ഗൈസ്. കറണ്ട് പോകുമ്പോഴേ പണിയോ. ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ അപ്പം കറണ്ട് ഓഫാക്കും. അതെന്താണാവും. അവിടെ എൻ്റെ വീട്ടിലൊക്കെ എത്ര മഴ പെയ്താലും ഇടിയുണ്ടെങ്കിലും കറണ്ട് ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്താണാവും, ഇവിടെ എന്താണാവും. പുറത്തൂരാണ് ഇപ്പോഴത്തെ സ്ഥലം. ഏട്ടൻ്റെ പുറത്തൂരാണ്. ഇവിടെ കറണ്ട് ഓഫാക്കും. വിശ്വസിക്കാൻ പറ്റില്ല. നല്ല മുഴുമടിയനായിരുന്നു അല്ലേ? അംഗനവാടി പോവാതെ നാളെ പക്ഷെ എൻ്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് അല്ലേ? പോവില്ലേ നാളെ നല്ല കുട്ടിയായിട്ട്? ഇല്ല.
എന്നിട്ട് അടുപ്പിലുള്ള വെണ്ണീറൊക്കെ കോരിട്ടാ അതൊക്കെ കോരിയിട്ട് അവിടെയൊക്കെ തുടച്ചിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടും. എന്നാൽ പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ പിന്നെ അതും ആ പണിയില്ലല്ലോ, അത് ഫ്രീ ആവൂലേ. അപ്പോൾ വേഗം അടുപ്പ് കത്തിച്ച് വേഗം ഉണ്ടാക്കാൻ നോക്കിയാൽ പോരെ. അപ്പം ഇനി അത് ചെയ്യട്ടെ. കുറച്ച് വെള്ളമേ ഉള്ളൂ. എന്താണ് ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ. എല്ലാവർക്കും ഇല്ലേ ചോറ് തിന്നാൽ മതി. നിങ്ങളൊക്കെ നിങ്ങളൊന്നും രാത്രി ചപ്പാത്തി എല്ലാം തിന്നണ്ടേ, ചോറ് തിന്നണം. ചൂട് ഓക്ക് ചപ്പാത്തി വേണം. അവരൊക്കെ ചോറ് രാവിലെയൊക്കെ നേരത്തെ അപ്പം പിന്നെ അവർ രാത്രി ചപ്പാത്തി 1-2 തിന്നില്ല, അത് അതിൽ കൂടുതലൊന്നും കഴിക്കില്ല. അപ്പം പിന്നെ പിന്നെ വിശക്കും. രാവിലെ പിന്നെ തിന്നലൊക്കെ കണക്കാണ്. ഒരു ദോശയാണെങ്കിൽ ഒരു ദോശ അങ്ങനെയൊക്കെ, അതിൽ കൂടുതലൊന്നുമില്ല. ഞാൻ ചൂടുവെള്ളം ആട്ടോ ഒഴിക്കില്ല, അതാകുമ്പോൾ പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവുമല്ലോ. ഉപ്പിടാൻ പറഞ്ഞു. വെള്ളം വറ്റാത്ത കുറേ നമ്മളെടുക്കുവോ ആവും വേവട്ടത് കുറച്ചാ പറ്റുമോ വെള്ളം? ലോ ഫ്ലെയിമിൽ ഇട്ടില്ലേ മുഴുവൻ പൊന്നെ ഓടല്ലേ? ഇല്ല റിതു ഓടിക്കല്ലേട്ടാ. ഇനി ഇതൊന്ന് മറക്കാൻ പറ്റുമോ? ആരൊക്കെ ഉണ്ട് രാത്രിയൊക്കെ ചപ്പാത്തി കഴിക്കുന്ന? ഇവിടെ ഏട്ടന് ഷുഗറൊക്കെ ഉള്ള കാരണം ഏട്ടൻ ചപ്പാത്തി കഴിക്കുക. ആദ്യം എന്ന് പറഞ്ഞാൽ ഒന്നും എനിക്ക് രാത്രി ഇതാണ് പറയുന്നത് ചപ്പാത്തി ഉണ്ടാക്കാൻ. പക്ഷെ എളുപ്പമാണ് കേട്ടോ, എനിക്ക് ഈസിയാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ. ഇപ്പോൾ കുറച്ചായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് മുതൽ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ നോക്കണ്ടേ? കൂടി പൊടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടിയ പോലെ തോന്നുന്നുണ്ട്. എൻ്റെ മുഖം കാണാനുണ്ടോ? ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനുണ്ടല്ലേ? ടീച്ചറില്ല ഇതില് മറ്റേത് വിട്ടണേ
നാളെ പഠിക്കാനുള്ള ഡയറി എഴുതാണ്ട്. ഡയറി എഴുതാനൊക്കെ ഉണ്ട്. ഡയറി എഴുതാൻ നിർബന്ധമാണ്. പിന്നെ ടീച്ചർ പറഞ്ഞു എന്നും ഡയറി നിർബന്ധം. ഓരോ കാര്യങ്ങളും ഓരോ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഡയറിയിൽ എഴുതാനൊക്കെ ഉണ്ട്. പിന്നെ ടീച്ചർ പറഞ്ഞു അമ്മമാരൊന്നും പറയാൻ പറ്റൂല, നിങ്ങളെ മനസ്സിൽ എന്തൊക്കെയാണോ, അതായത് എന്തൊക്കെയാണോ നിങ്ങളെ അനുഭവത്തിൽ ഓരോ ദിവസം സ്കൂളിൽ ഉണ്ടായ കാര്യങ്ങൾ അതാണ് എഴുതുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ, ഇന്ന ദിവസം ഇന്നതുണ്ടായി സ്കൂളിലൊക്കെ. സ്നിക എന്താ ആ കുട്ടിയുടെ പേര്? സ്നിക. എന്താണ് ആ കുട്ടിയുടെ പിറന്നാളല്ലായിരുന്നോ? ഇന്ന് ഒരു കുട്ടിയുടെ പിറന്നാളായിരുന്നു കേട്ടോ അവരുടെ ക്ലാസ് റൂമിൽ. അവരുടെ ക്ലാസ്സിലുള്ള കുട്ടീൻ്റെ പിറന്നാളായിരുന്നു. അപ്പം ഞാൻ മിഠായൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ലഡു ഇതൊക്കെ കൊണ്ടുവരാൻ ചൂടുവെള്ളം അപ്പം നമ്മളെ എന്താണ് ചപ്പാത്തി ഒച്ചുണ്ടാക്കല്ലോ കുഞ്ഞോ, ഒച്ചുണ്ടാക്കല്ലേ. അപ്പോൾ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഹോളാക്കട്ടെ എന്നാ. ശ്രദ്ധിച്ച ആരെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയത്. ഓരോ ബോൾസ് ആക്കി എടുക്കട്ടെ ഗൈസ്. എന്താ ചെയ്യാ? ഞാൻ ചപ്പാത്തിക്ക് പരത്താൻ വേണ്ടിയിട്ടൊക്കെ ഇതാ ഓരോ ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വലിയ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. ചെറിയതാവുമ്പോൾ എന്താ അറിയോ, കുറേ ഉണ്ടാക്കാൻ നിൽക്കണം, കുറേ പരത്താനും ഇതാക്കാനും നിൽക്കണം. ഇതാകുമ്പോൾ പിന്നെ കുറച്ച് വലുപ്പത്തിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് പരത്തട്ടെ. ഇത് ഇവിടെ അടുക്കളത്തെ റാക്ക് ഒരേപോലെ ഇല്ലേ, ഇത് പക്ഷേ ഏട്ടൻ പണിസ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് അവിടെ ടൈല് കഷ്ണം ബാക്കി വന്നപ്പോൾ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴുകിയിട്ടൊക്കെ നല്ല തുടച്ചിട്ട് വെച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. പക്ഷെ അച്ഛൻ മരിച്ചിട്ട് കുറേ ആയിട്ട്, ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ മരിച്ചതായിട്ട് അച്ഛൻ. അപ്പോൾ അത് വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇതാണ് പരത്തെടുക്കുക കേട്ടോ. അപ്പം ഇനി പരത്തട്ടെ. അവിടെ ഉണ്ടാവും, റൂമിലില്ലേ? റൂമിലുണ്ട്, അവിടെ അതുമുണ്ട്, ഷോക്കേസിലുണ്ട്. ഞാൻ അടിച്ചു തരുമ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊന്നും എനിക്ക് ചപ്പാത്തി പരത്താൻ അങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ ശീലമായില്ല. അപ്പോൾ പിന്നെ അതാ കറക്റ്റ് റൗണ്ടൊക്കെ ആയി വരും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, സത്യമായൊരു കാര്യമാണ്. ഇപ്പോൾ പഠിച്ച് പരത്തലും ചുടലും കൂടി ആക്കിയിട്ടാണ്. മറ്റേത് കുറേ നേരം നിൽക്കണം, മേലെഴുതാനും ഒക്കെ ഉണ്ട്, മോളെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. ഇതാ അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് വേഗം ഒന്ന് ചുട്ടെടുക്കട്ടെ. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ ക്ലീനൊക്കെ ചെയ്ത് ഇനി മേലെ ഇടവേറ്റ് എന്നിട്ട് വേണം മോളെ ഫാൻ ഇട്ട്. പിന്നെന്താ മേലിടലൊക്കെ കഴിഞ്ഞിട്ടാ. മേലിടലൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച്, ചായക്ക് എന്തായിരുന്നു പഴം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച്
ഇനി ഞാൻ മോളെ പഠിപ്പിക്കട്ടെ. ഡയറി എഴുതാണ്ട് ഇതെന്താ ഡയറി തന്നെയുള്ളൂ അല്ലേ എഴുതാൻ? പിന്നെ ടീച്ചർ ഗ്രൂപ്പിൽ എന്തോ ഇട്ടുണ്ട്. എന്താണ്? മറ്റേതില്ല മറ്റേ പറയുന്നേ ഗ്രൂപ്പ് നോക്കി. ഞാൻ ഗ്രൂപ്പ് നോക്കിയില്ല, ഗ്രൂപ്പ് നോക്കട്ടെ. അപ്പം ഇനി ഗ്രൂപ്പൊക്കെ നോക്കട്ടെ, മോളെ സ്കൂൾ ഗ്രൂപ്പൊക്കെ നോക്കട്ടെ. അതിൽ എന്തൊക്കെയോ അയച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇനി നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാലൊക്കെ വർക്കൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. മാറിക്ക അവിടുന്ന് ആന്ന് പറഞ്ഞിട്ട് അതില് പറഞ്ഞില്ലല്ലോ എല്ലാവര്. ചെറുക്കണ അത് ഞാനത് വെച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് തോന്നുന്നുണ്ട്. അങ്ങനടി കൊണ്ടാക്കുന്നത് അമ്മ തിന്നാൻ വെക്കാം. നമുക്ക് വേറെ ഡിസൈനിൽ വെക്കാം. ചായ മണക്കുണ്ട്. ഓട്ടാക്കിയാലോ ചായ മറക്കണ്ടേ സാറിലെങ്ങോട്ട് വാ, ഇത് കളിക്കും ഉണ്ടെങ്കിൽ വരും. അതാണ് ചായ. ഞാൻ വെക്കട്ടെ ഫസ്റ്റ്. ചായ അല്ല നീ ഇത് വെക്കി ഊച്ച കുടിച്ചത് ഊച്ച അതിൽ തോന്നിയിട്ട് അതാണല്ല ഇതാണ് വെച്ചേ. നീ ആളെ കളി കഴിഞ്ഞിട്ട് കുറവായ കാരണം കുറവായിക്കോട്ടെ. എത്ര ഉണ്ട് എല്ലാരും? മൂന്നെണ്ണം മതിയല്ലോ. റൗണ്ട് കുറവാക്ക്. നിങ്ങൾക്ക് സാധനം ഇല്ലാതെ പിന്നെ നിങ്ങൾ എങ്ങനെ കളിക്കുക? 10 സാധനം കുറവാണ്. മൊത്തം 2 കുട്ടി ബാക്കി 2 അതിന് നോവൽ അത് മതി. നീ ആ വീട് വെക്കാം. അച്ഛ വീട് വെച്ചിട്ടില്ല. എനിക്ക് ഫസ്റ്റ് ഇതൊന്നും വേണ്ടല്ലേ അച്ഛൻ. കുരുമുളക് ഉണ്ടാവും. അന്നത്തെ ഇല്ലേ പൊടിച്ചേണ്ട.
ഇങ്ങനെ അടിപൊളിയായിട്ട് മറിച്ചിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. ആരെങ്കിലും ഇങ്ങനെ മറിച്ചിടുന്നുണ്ടോ ടേസ്റ്റ്? അതെ. വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയ ആ ഫ്രെയിം ഇതായിട്ട് അവിടെ റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറിനലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വെച്ചാൽ ചെറിയൊരു ഈവനിങ് വ്ലോഗ് ഇരുന്നിട്ട് ഞാൻ എടുത്തത്. മോള് പിന്നെ അവിടെ അമ്മേൻ്റെ അടുത്താണ് കിടക്കുക, അമ്മേൻ്റെ അടുത്തുണ്ട്. ഞങ്ങളിതാ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി അതിലേക്കും ഞാനിട്ട് എന്താ നോട്ടെ. ഞങ്ങൾ ഉറങ്ങാൻ പോവാൻ പറയൂല. നാളെ അനിരുദ്ധ് നല്ല കുട്ടിയായിട്ട് അംഗനവാടിക്ക് പോട്ടാ. ഇല്ല ഇല്ലട്ടാ, നാളെ പോവില്ല. ഞങ്ങൾ എന്തായാലും പോവില്ല. അപ്പോൾ ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ വേറൊന്നല്ല, ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏട്ടന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള. അത് നേരെ തിരിച്ചേക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആ വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, നാളെ ചെയ്യുള്ളൂ. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏട്ടൻ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ്റെ വീഡിയോ ഞാൻ ഒരു ഇതിലും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നാളെ കാണാം. അത് നാളെ കണ്ടിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉള്ള വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ അപ്ലോഡ് ചെയ്തിട്ട് നാളെ കാണാം. എന്നിട്ട് അതെങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. എന്താണ് ഇവന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലേ എന്നെ കൊടുക്കട്ടെ? വേണ്ട എന്നൊരു മാറ്റം. ഗുഡ് നൈറ്റ് പറയും. ഗുഡ് നൈറ്റ്. ഒരാൾ നല്ല ഉറക്കായി.